എല്ലാം തകർന്നുപോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണോ നിങ്ങൾ? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, നിരാശയുടെ, നിന്ദയുടെ, കഷ്ടതയുടെ അനുഭവത്തിങ്കൽ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണോ? എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു പോയി, ഇനി എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു. യെരമ്യാ പ്രവചനം 18-ാമത്തെ അധ്യായത്തിങ്കൽ യഹോവയായിരിക്കുന്ന ദൈവം തന്റെ ദാസനായിരിക്കുന്ന യെരമ്യാ പ്രവാചകനെ ഒരു കുശവന്റെ ഭവനത്തിങ്കിലേക്ക് അയക്കുകയാണ്. അവിടെ കടന്നു ചെല്ലുമ്പോൾ ആ കുശവൻ അവിടെ ഇരുന്ന് ഒരു പാത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കി നിൽക്കെ ആ കുശവന്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വീണ് ചീത്തയായി പോയി. ഇത് കണ്ടുകൊണ്ട് പ്രവാചകന് അല്പം ദുഃഖം തോന്നിയെങ്കിലും ദൈവത്തിന്റെ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഇതാകുന്നു ഇസ്രയേൽ ഗ്രഹം, ഇത് താഴെ വീണ് ചീത്തയായി പോയി. അതേ പ്രിയമുള്ളവരെ, എല്ലാ സാധ്യതകളും അസ്തമിച്ച്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച്, ഇനി എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു അവസരമില്ല, എനിക്കൊരു മാറ്റമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ നോക്കണം, ആ കുശവൻ ഒന്നും മിണ്ടാതെ ആ തന്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ചീത്തയായി പോയ ആ പാത്രത്തെ എടുത്ത് തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു മനോഹരമായിരിക്കുന്ന പാത്രം നിർമ്മിച്ചുണ്ടാക്കിയെങ്കിൽ ഇന്ന് ഈ നല്ല സമയത്ത് പറയട്ടെ, നമ്മൾ കർത്താവിന്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ നമ്മുടെ ഉഴൽച്ചകളെ, നമ്മുടെ കഷ്ടതകളെ, നമ്മുടെ തകർച്ചകളെ, വേദനകളെ, നിന്ദകളെ, കഷ്ടതകളെ, ഞെരുക്കങ്ങളെ, കടങ്ങളെ, കടഭാരങ്ങളെ, രോഗങ്ങളെയും രോഗബന്ധനങ്ങളെയും ഒക്കെ കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എല്ലാം ഉടഞ്ഞെടുത്ത്, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു നിന്ന് ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുശവത്തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാനപാത്രമാക്കി തീർത്തതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ പണിതെടുക്കുക, ദൈവം നമ്മളെ സഹായിക്കുക, ദൈവം നമ്മളെ മാനിക്കുക. അവൻ പണിത് തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു മാനപാത്രമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിന് മഹത്വം കരേറ്റുകയാണ്.